നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത്. ഉള്ളത് പോരാ, കൂടുതൽ വരുമാനം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമാകുന്നത്. മലയാളികളെ, ഈ സാരോപദേശം ആരുടേതാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മൈക്ക് കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിമറിച്ചതാണ്. ആർത്തിയാണ് അഴിമതിക്ക് കാരണമെന്ന് പറയുന്നത് ലാവ്ലിൻ അഴിമതി നടത്തി പയറ്റി തെളിഞ്ഞ, ഇപ്പോൾ കുടുംബത്തോടെ കക്കുന്ന മുഖ്യൻ എന്നാണ് ട്രോള് വരുന്നത്. ഇത് പറഞ്ഞു തീർന്നതും മുഖ്യൻ എയറിലായിട്ടുണ്ട്. സഹകരണ മേഖല വിഷയം സംസാരിക്കാൻ സഹകരണ കോൺഗ്രസിൽ പങ്കെടുത്തപ്പോഴാണ് ആർത്തിയെക്കുറിച്ച് മുഖ്യന് ബോധോദയമുണ്ടായത്. അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്നും മുഖ്യൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വേറെ ഒരുത്തനും കക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നാണ് നയം. മുഖ്യനും കുടുംബവും കട്ടതൊക്കെ ചേക്ക് വിട്ട് പുറത്തുപോയി. ഇനിയിപ്പോൾ ധൈര്യമായി അഴിമതിയെക്കുറിച്ച് ഗീർവാണം അടിക്കാമെന്ന് പരിഹാസം വരുന്നു. പോരാത്തതിന് മോദിയുടെ കാലും പിടിച്ച് മകളെയും ഊരിയെടുക്കും. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൈവച്ചിടത്തെല്ലാം അഴിമതിയാണ്. കുടുംബം ഒന്നടങ്കം കട്ടതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്നു. എന്നിട്ടും നാട്ടുകാരെ ഉപദേശിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞത് നോക്കാം. സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ അഴിമതി പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയെ ഗൗരവമായി കാണണം. സഹകരണ മേഖല കരുത്താർജിച്ചപ്പോൾ ദുഷിച്ച പ്രവണതകൾ പൊങ്ങി വന്നതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അഴിമതിക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ കോൺഗ്രസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും ഉള്ളതുപോരാ, കൂടുതൽ വരുമാനം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമായി മാറുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പേര് പരാമർശിക്കാതെ ആയിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ED നടത്തുന്ന അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പരോക്ഷ വിമർശനം ഉന്നയിച്ചു. സഹകരണ മേഖലയുടെ വളർച്ചയിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ട്, പക്ഷേ സർക്കാർ കാര്യത്തിൽ അത് പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുന്നു. സ്വർണ്ണ കള്ളക്കടത്ത് നടന്നപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെട്ടത്. പിന്നെ നടന്നതൊന്നും പറയുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെയാണ് ബാധിക്കുക, മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിൽ എല്ലാ കാര്യങ്ങളും കൂട്ടായി നടക്കുന്നതുകൊണ്ട് വ്യക്തിപരമായി അഴിമതി നടത്താൻ അത്ര കണ്ട് പറ്റില്ല. എന്നാൽ കുറെ കാലം തുടരുമ്പോൾ ചിലർ ഈ പറഞ്ഞ ദുഷിച്ച പ്രവണതയ്ക്ക് ഇരയാവുകയാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അഴിമതിയുടെ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ലെന്നും കർക്കശമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതി ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അവർക്കൊരു തരത്തിലുമുള്ള പരിരക്ഷയും വകുപ്പിൽ നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. കേരളത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിൽ നടന്നത് അതാണ്. ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നു, അവിടെ കേന്ദ്ര ഏജൻസി എത്തി. പക്ഷേ പ്രധാന കുറ്റാരോപിതനെ അവർ മാപ്പ് സാക്ഷിയാക്കി.